ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിന് ശക്തമായി പിന്തുണയേകുന്ന കഥകളുമായി എത്തിയിരിക്കുകയാണ് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പുതുതലമുറ ജനാധിപത്യത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ നിന്നും അകന്നു മാറുന്ന ഈ കാലത്ത് വരും തലമുറയ്ക്ക് ജനാധിപത്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന കഥകൾ കാടിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് അതിന് ശക്തമായ പിന്തുണയേകുന്ന കഥകളുമായി എത്തിയിരിക്കുകയാണ് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പുതുതലമുറ ജനാധിപത്യത്തിൽ നിന്നും തിരഞ്ഞെടുപ്പുകളിൽ നിന്നും അകന്നുമാറുന്ന ഇക്കാലത്ത് വരും തലമുറയ്ക്ക് തിരഞ്ഞെടുപ്പിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാൻ ഉതകുന്ന കഥകൾ കാടിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് അധ്യാപകനും ബാലസാഹിത്യകാരനുമായ ഹരിമാഷ്. നാട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ രീതികളും ചിട്ടവട്ടങ്ങളും നന്മകളും തിന്മകളും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ കാട്ടിലെ കഥകളായി അവതരിപ്പിക്കുന്നു. നവമാധ്യമ കഥ പറച്ചിൽ 1000 ദിവസവും കടന്ന് മുന്നേറുന്ന മാഷ് നിശബ്ദ പ്രചാരണം നടത്തുന്ന ഏപ്രിൽ 25-ാം തീയതി അയക്കുന്ന ഒരു വോട്ട് തരണേ എന്ന കഥ അദ്ദേഹത്തിന്റെ 1008ാമത്തെ കഥയാണ്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പറയുന്ന വോട്ട് ചെയ്യാൻ മടിക്കല്ലേ എന്ന കഥയിലൂടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ച് കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നു. പ്രിയമുള്ള കാട്ടുവാസികളെ, കാടിൻ്റെ പൊന്നോമനപുത്രൻ ഗണ്ടൻ കണ്ടാമൃഗത്തിന് ചക്കപ്പഴം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഗണ്ടച്ചാരേ നേതാവേ, കൊമ്പുകുലുക്കി നടന്നാട്ടെ, നിന്നുടെ പിന്നിൽ വരിവരിയായി 1000 ഉണ്ടണികൾ. മാൻകൂട്ടത്തിനരികിൽ ചെന്ന് വമ്പൻ കാട്ടുപോ തുറക്കപ്പാടി. ഇത്തവണ ഞങ്ങളാരും വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചോദിച്ച് ആരും ഈ വഴി വരണ്ട. മാൻകൂട്ടത്തിൻ്റെ തലവനായ ശബരൻ പറഞ്ഞു. അതെ, കാട്ടിലെ കുടിവെള്ള പ്രശ്നം തീർക്കാതെ ആർക്കും വോട്ട് തരില്ല. കാട്ടുപോത്തുകളുടെ തലവനായ കീരനും പറഞ്ഞു. വോട്ടില്ല വോട്ടില്ല വോട്ടില്ല, നീറുന്ന പ്രശ്നങ്ങൾ തീരാതെ, കാട്ടിലുള്ള ഞങ്ങളാരും വോട്ടു ചെയ്യാൻ വരികില്ല. വോട്ട് ചോദിച്ചു വന്ന സ്ഥാനാർത്ഥികളുടെ അടുത്ത് മൃഗങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. കാട്ടിലെ വോട്ടെടുപ്പ്, നമ്മുടെ ചിഹ്നം തിന്നാൻ വാ, മൃഗാധിപത്യം, സ്ഥാനാർത്ഥി ശൃഗാളിന്റെ കൃഷിത്തോട്ടം, അധികാരവും പിന്തുണയും, കാനനസഭ, രാഷ്ട്രപതിയുടെ പഴത്തോട്ടം തുടങ്ങി കാട്ടുമൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന തിരഞ്ഞെടുപ്പ് വിശേഷകഥകൾ പങ്കുവച്ചു കഴിഞ്ഞു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കളമശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഹരിമാഷ് തിരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ പറയാനുള്ള കഥകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഗാനങ്ങളും ശബ്ദരൂപത്തിൽ അയക്കുന്നു. പ്രായപൂർത്തി വോട്ടവകാശം നേടി ആദ്യമായി വോട്ട് ചെയ്യുന്ന മകൻ അഭിനവ് എച്ച് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർക്ക് പ്രചോദനവും പ്രേരണയുമായി കന്നി വോട്ട് എന്ന കഥയിലൂടെ വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നു. പുതിയ തലമുറ വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഇക്കാലത്ത് ഇത്തരം കഥകൾക്ക് പ്രസക്തിയുണ്ടെന്ന് ഹരിമാഷ് വിശ്വസിക്കുന്നു. നാട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതികളും ക്രമക്കേടുകളും അഴിമതികളും അക്രമങ്ങളും നന്മകളും ജനാധിപത്യ മര്യാദകളും തിരഞ്ഞെടുപ്പിന്റെ ചിട്ടവട്ടങ്ങളും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ കാട്ടിലെ വോട്ടെടുപ്പ് കഥകളായി അവതരിപ്പിക്കുകയാണ് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാട്ടിൽ നടക്കുന്നതായി നമുക്കൊന്ന് സങ്കല്പിച്ചാലോ? അങ്ങനെ കാട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഥകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളും വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. കാട്ടിലെ വോട്ടെടുപ്പ് എന്ന പേരിൽ കുറച്ച് കഥകളുണ്ട്. ഇത് ഉടൻ തന്നെ പുസ്തകമായി മാറുകയും ചെയ്യും. ഇപ്പോൾ ശബ്ദരൂപത്തിൽ കുട്ടികളിൽ എത്തിക്കുകയാണ്. ഇലക്ഷൻ പ്രമാണിച്ച് ഈ കഥകൾക്കൊരു പ്രാധാന്യമുണ്ട് എന്ന് തോന്നിയുകൊണ്ടാണ് ഇത് എഴുതുന്നത്. 52 പുസ്തകങ്ങളുടെ രചയിതാവായ ഇദ്ദേഹത്തിന്റെ 53ാമത്തെ പുസ്തകമായി കാട്ടിലെ വോട്ടെടുപ്പ് എന്ന പേരിൽ ഈ കഥകൾ ഉടൻ പുറത്തിറങ്ങും. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ദിവസവും ഓരോ കഥകൾ വീതം എഴുതി ശബ്ദം നൽകി മുടങ്ങാതെ വാട്സപ്പിലൂടെ അയച്ച് യൂണിവേഴ്സൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നേടിയ എഴുത്തുകാരന് ഭാഷാഭിമാന പുരസ്കാരം, ചിന്താമണി പുരസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി അനേകം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോഴും കഥകൾ സജീവമായി പങ്കുവയ്ക്കപ്പെടുന്നു. കൂത്താട്ടുകുളം ആസ്ഥാനമാക്കിയ വാട്സാപ്പ് കൂട്ടായ്മകളിൽ ആരംഭിച്ച കഥ പറച്ചിൽ ലോകമെങ്ങുമുള്ള മലയാളി കുട്ടികളെ ആകർഷിക്കുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.